Hi students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ കമ്പോണൻസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ കമ്പോണൻസിന്റെ രണ്ട് കമ്പോണൻസിനെ പറ്റി ഡിസ്കസ് ചെയ്തായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് സർവീസസും ബ്രോഡ്കാസ്റ്റ് റിസീവറാണ്. അതിന് മുന്നേ നമുക്കൊന്ന് ഇൻട്രൊഡക്ഷൻ പറയാം. ആപ്ലിക്കേഷൻ കമ്പോണന്റ് ആർ ദ എസെൻഷ്യൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ. ഈ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഒരു മാനിഫെസ്റ്റ് ഫയൽസുമായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. ആൻഡ്രോയിഡ് manifest.xml. ഈ manifest.xml കൂടെയാണ് ഈ കമ്പോണൻസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. നമുക്ക് 4 കമ്പോണൻസ് ഉള്ളത്: ആക്ടിവിറ്റീസ്, കണ്ടന്റ് പ്രൊവൈഡർ, സർവീസസ് ആൻഡ് ബ്രോഡ്കാസ്റ്റ് റിസീവർ. അപ്പോൾ നെക്സ്റ്റ് സർവീസസ് is the third component of the Android application component. A service is an application component that can perform long-running operation in the background and it does not provide a user interface. നമ്മൾ പറഞ്ഞു ആക്ടിവിറ്റി എന്താണ്? ആക്ടിവിറ്റി ഈസ് എ യൂസർ ഇൻ്റർഫേസ് ആണ്. പക്ഷേ ഈ സർവീസസ് എന്ന് പറയുന്നത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഓപ്പറേഷനെയാണ് നമ്മൾ സർവീസസ് എന്ന് പറയുന്നത്. Another application component can start a service and it continue to run in the background even if the user switch to another application. അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് വേറൊരു ആക്ടിവിറ്റിയിലോട്ട് പോകാം. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഒരു സർവീസസിന് വേറൊരു സർവീസസ് സ്വിച്ച് ചെയ്യുന്ന ടൈമിൽ ആദ്യത്തെ സർവീസസ് കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഗെയിമിൻ്റെ കേസ് ആണെങ്കിൽ നമ്മൾ പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സർവീസസ് വർക്ക് ചെയ്യുന്നുണ്ട്. അഡീഷണലി എ കമ്പോണന്റ് ക്യാൻ ബൈൻഡ് എ സർവീസ് ടു ഇന്ററാക്ട് വിത്ത് ഇറ്റ് ആൻഡ് പെർഫോം ദ ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ. ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ത്രൂ ആണ് ഈ സർവീസസ് വർക്ക് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, എ സർവീസ് ക്യാൻ ഹാൻഡിൽ നെറ്റ്വർക്ക് ട്രാൻസാക്ഷൻ, പ്ലേ മ്യൂസിക്, perform file input output or interact with the content provider or perform the background. നമ്മളൊരു മ്യൂസിക് പ്ലേ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഫയൽ ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ടോ, ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് ആണ് സർവീസസ്. എ സർവീസ് ഈസ് ക്രിയേറ്റഡ് ബൈ എക്സ്റ്റെൻഡിങ് ദ ക്ലാസ് സർവീസസ്. സർവീസ് എന്ന് പറയുന്ന ക്ലാസ്സിലാണ് ഇത് ഉണ്ടാവുന്നത്. ദർ ക്യാൻ ബി 2 forms of services. The life cycle of service can be followed through different paths, start or bound. 2 forms of services ആണ് നമുക്കുള്ളത്. ഫസ്റ്റ് സ്റ്റാർട്ട് സർവീസ്. എ സർവീസ് ഈസ് സ്റ്റാർട്ട് when a component called start service. ഒരു സർവീസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് സർവീസ് മെത്തേഡ് കോൾ ചെയ്യണം. Now run in the background indefinitely. ഇപ്പോൾ ഒരു ഗെയിം നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ അത് സ്റ്റാർട്ട് സർവീസ് ആണ്. അത് ഇൻഡെഫിനിറ്റ് ആയിട്ട് അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് സ്റ്റോപ്ഡ് ബൈ കോളിംഗ് സ്റ്റോപ്പ് സർവീസ്. നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് സർവീസ് കോൾ ചെയ്യണം. അത് സെൽഫായിട്ട് സ്റ്റോപ്പ് ആണ്. സ്റ്റോപ്പ് സെൽഫ് മെത്തേഡ് നമുക്ക് സ്റ്റോപ്പ് ആവും. ദെൻ ബൗണ്ട് സർവീസ്. എ സർവീസ് ബൗണ്ട് വെൻ അനദർ കമ്പോണന്റ് കോൾ ബൈൻഡ് സർവീസ്. ഒരു സർവീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് വേറൊന്ന് ബൗണ്ട് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്നതാണ് ബൈൻഡ് സർവീസ് മെത്തേഡ്. The client can unbind the service by calling the unbind service method. Service cannot be stopped until all clients unbind. നമുക്കിപ്പോൾ ഒരു സർവീസ് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ബൈൻഡ് ചെയ്ത സർവീസ് ആണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ബൈൻഡ് ചെയ്ത സാധനങ്ങളെല്ലാം അൺബൈൻഡ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, if we want to play music in the background, we call start service method. നമ്മളൊരു മ്യൂസിക് പ്ലേ ചെയ്യണം, അപ്പോൾ നമ്മളൊരു സർവീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. But if we want to know the detail of the song, നമ്മളിപ്പോൾ സോങ്സ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കാൻ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്യണം? ഡീറ്റെയിൽസ് വി വിൽ ബൈൻഡ് ദ സർവീസ് ദാറ്റ് പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ കറന്റ് സോങ്. അത് നമ്മൾ ആ സമയത്ത് ബൈൻഡ് ചെയ്യണം അതിൻ്റെ ഡീറ്റെയിൽസ്. ഇതാണ് ബൈൻഡിങ് എന്ന് പറയുന്നത്. To create a service, you must create a subclass of service or use one of its existing subclass. നമ്മളൊരു സർവീസസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സർവീസ് എന്ന് പറഞ്ഞ ക്ലാസ്സിന് വേറെ ക്ലാസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. Your implementation, you must override some callback method that handle key aspects of the service life cycle and provide a mechanism that allow the components to bind the service if appropriate. നമ്മൾ നേരത്തെ പറഞ്ഞു ഓവർറൈഡ് ചെയ്ത് എന്തെങ്കിലും ഒരു മെത്തേഡ്, എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ അവിടെ കോൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഓവർറൈഡ് എന്ന് കൊടുക്കും. These are the most important callback methods that you should override. നമ്മൾ ഓവർറൈഡ് ചെയ്യുന്ന കോൾബാക്ക് മെത്തേഡ്സ് ആണ് ഇവിടെ പറയുന്നത്. ഓൺ സ്റ്റാർട്ട് കമാൻഡ്. The system invoke this method by calling start service. ഒരു സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ഓൺ സ്റ്റാർട്ട് കമാൻഡ് വരുന്നത്. Then another component such as an activity request that the service be started. When this method executes, the service is started and can run in the background indefinitely. ഓൺ സ്റ്റാർട്ട് കമാൻഡ് കൊടുത്തു കഴിഞ്ഞാലാണ് ഒരു സർവീസസ് സ്റ്റാർട്ട് ആവുന്നത്. ഇൻഡെഫിനിറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കും. നെക്സ്റ്റ് ഓൺ ബൈൻഡ്. ദ സിസ്റ്റം ഇൻവോക്ക് ദിസ് മെത്തേഡ് ബൈ കോളിംഗ് ബൈൻഡ് സർവീസ്. When another component wants to bind with the service. For your implementation of this method, you must provide the interface that client use to communicate with the service by returning an I bind.
അതായത് ഇവിടെ ഒരു സർവീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബൈൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബൈൻഡ് സർവീസ് മെത്തേഡ്. നെക്സ്റ്റ് ഓൺ ക്രിയേറ്റ്. ദ സിസ്റ്റം ഇൻവോക്ക് ദിസ് മെത്തേഡ് ടു പെർഫോം വൺ ടൈം സെറ്റപ്പ് പ്രൊസീജിയർ വെൻ ദ സർവീസ് ഈസ് ഇനീഷ്യലി ക്രിയേറ്റഡ് ബിഫോർ ഇറ്റ് കോൾ ഐദർ ഓൺ സ്റ്റാർട്ട് കമാൻഡ് ഓർ ഓൺ ബൈൻഡ്. ഇഫ് ദ സർവീസ് ഈസ് ഓൾറെഡി റണ്ണിംഗ് ദിസ് മെത്തേഡ് ഈസ് നോട്ട് കോൾ. അത് നമ്മൾ ഒരു സമയത്ത് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൺ ക്രിയേറ്റ്. സ്റ്റാർട്ട് സർവീസ്, ഒരു സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആണ് നമ്മൾ ക്രിയേറ്റ് കൊടുക്കുന്നത്. ദെൻ ഓൺ ഡിസ്ട്രോയ്. ദ സിസ്റ്റം ഇൻവോക്ക് ദിസ് മെത്തേഡ് വെൻ ദ സർവീസ് ഈസ് നോ ലോങ്ങർ യൂസ്ഡ് ആൻഡ് ഈസ് ബീങ് ഡിസ്ട്രോയ്ഡ്. നമുക്ക് ആവശ്യമില്ലാത്തതാണ് നമ്മൾ അതിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത്. ദ സർവീസ് ഷുഡ് ഇംപ്ലിമെന്റ് ദിസ് ടു ക്ലീൻ അപ്പ് എനി റിസോഴ്സസ് such as thread, registered listener or receiver. This is the last call that the service receives. Destroy ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ destroy method യൂസ് ചെയ്യുന്നത്. Then on rebind, the system call this method when new client have connected to the service after it had previously been notified that all had disconnected. നമ്മൾ ഒരു പ്രാവശ്യം അൺബൈൻഡ് ചെയ്ത സാധനത്തിന് വീണ്ടും ജോയിൻ ചെയ്യണമെങ്കിൽ കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ റീബൈൻഡിന് കൊടുക്കും. On unbind, the system call this method when all clients have disconnected from a particular interface published by the service. ഒരു സർവീസസുമായിട്ട് ബൈൻഡ് ചെയ്തതിന് അൺബൈൻഡ് ചെയ്യണമെങ്കിലാണ് നമ്മൾ ഓൺ അൺബൈൻഡ് മെത്തേഡ് കോൾ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ലൈഫ് സൈക്കിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മളൊരു സർവീസസ് സ്റ്റാർട്ട് ചെയ്തു, അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് സർവീസസ്. ദെൻ അത് ക്രിയേറ്റ് ചെയ്തു, ദെൻ ഓൺ സ്റ്റാർട്ട് കമാൻഡ് കൊടുക്കും. നമ്മളവിടെ സ്റ്റാർട്ട് കമാൻഡ് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ അതിനെ ക്രിയേറ്റ് ചെയ്തിരിക്കണം. ദെൻ സർവീസസ് എന്താണെന്ന് വെച്ചാൽ അവിടെ റണ്ണാം. സർവീസ് സ്റ്റോപ്ഡ് ബൈ ഇറ്റ്സെൽഫ് ഫോർ എ ക്ലയൻറ്റ്. ദെൻ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യണമെങ്കിൽ ഡിസ്ട്രോയ് ചെയ്തു സർവീസ് ഷട്ട് ഡൗൺ ആവും. അൺബൗണ്ട് സർവീസസ്. ഇനി നമുക്ക് ബൈൻഡ് ചെയ്യണം. ഒരു സർവീസസ് ഇതിൻ്റെ കൂടെ ബൈൻഡ് ചെയ്യണം. ബൈൻഡ് സർവീസസിനെ കോൾ ചെയ്യാം. ദെൻ അത് ക്രിയേറ്റ് ആവും. ഓൺ ബൈൻഡ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് അതിനെ ബൈൻഡ് ചെയ്യാം. ക്ലയൻറ്റ് ആർ ബൗണ്ട് ടു സർവീസസ്. ക്ലയൻറ്റ് അതിൻ്റെ കൂടെ ബൗണ്ട് ആവും. ഓൾ ക്ലയൻറ്റ് അൺബൈൻഡ് ബൈ കോളിംഗ് അൺബൈൻഡ് സർവീസസ്. ഇനി അൺബൈൻഡ് ചെയ്യണമെങ്കിൽ അൺബൈൻഡ് സർവീസസ് കോൾ ചെയ്യാം. ദറ്റ് ഈസ് ഓൺ അൺബൈൻഡ്. ദെൻ നമുക്ക് അതിനെ ഡിസ്ട്രോയ് ചെയ്യാം. സർവീസ് ഷട്ട് ഡൗൺ ചെയ്യും. അതാണ് ബൗണ്ടഡ് സർവീസസ്. ആദ്യത്തേത് നോർമലി ഒരു സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. രണ്ടാമത്തേത് ഒരു സർവീസസിൻ്റെ കൂടെ വേറൊന്നും ബൈൻഡ് ആവുന്ന കേസാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ബ്രോഡ്കാസ്റ്റ് റിസീവർ ആണ്. ബ്രോഡ്കാസ്റ്റ് റിസീവർ സിംപ്ലി റെസ്പോണ്ട് ടു ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് ഫ്രം അതർ ആപ്ലിക്കേഷൻ ഓർ ഫ്രം ദ സിസ്റ്റം ഇറ്റ്സെൽഫ്. ദസ് മെസ്സേജസ് ആർ കോൾഡ് ഇവന്റ്. വേറൊരു ആപ്ലിക്കേഷന് ബ്രോഡ്കാസ്റ്റ് ആവുന്ന മെസ്സേജസ്, ഈ മെസ്സേജസിനെ നമ്മൾ ഇവന്റ്സ് എന്ന് പറയും. എക്സാമ്പിൾ, ആപ്ലിക്കേഷൻ ക്യാൻ ഓൾസോ ഇനീഷ്യേറ്റ് ബ്രോഡ്കാസ്റ്റ് ടു ലെറ്റ് അതർ ആപ്ലിക്കേഷൻ നോ ദാറ്റ് സം ഡാറ്റ ഹാസ് ബീൻ ഡൗൺലോഡഡ് ടു ദ ഡിവൈസ് ആൻഡ് ഈസ് അവൈലബിൾ ഫോർ ദം ടു യൂസ്. നമ്മൾ ഒരു ആപ്ലിക്കേഷന് ഡൗൺലോഡ് ചെയ്യുക, അത് വേറൊരു ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആകും. അതാണ് നമ്മൾ ബ്രോഡ്കാസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. So this is broadcast receiver who will intercept this communication and will initiate appropriate action. Two important steps to make broadcast receiver work for the system broadcast intended are creating the broadcast receiver and registering broadcast receiver. First, creating the broadcast receiver. A broadcast receiver is implemented as a subclass of broadcast receiver. ഈ ബ്രോഡ്കാസ്റ്റ് റിസീവർ എന്ന് പറയുന്ന ക്ലാസിന്റെ സബ് ക്ലാസ് ആയിട്ടാണ് നമ്മൾ ബ്രോഡ്കാസ്റ്റ് റിസീവറിന് ഓരോ ക്ലാസ്സസ് ചെയ്യുന്നത്. ഈ പബ്ലിക് ക്ലാസ് മൈ റിസീവർ എക്സ്റ്റെൻഡ് ഫ്രം ബ്രോഡ്കാസ്റ്റ് റിസീവർ അറ്റ് ഓവർറൈഡ് നമ്മൾ ഓൺ റിസീവ് എന്ന് പറഞ്ഞു കൊടുക്കും. മെസ്സേജ് ഈസ് റിസീവ് ആസ് എ ഇന്റന്റ് ഒബ്ജക്റ്റ് പാരാമീറ്റർ. രണ്ടാമത്തത് രജിസ്റ്ററിംഗ് ബ്രോഡ്കാസ്റ്റ് റിസീവർ ആണ്. An application listen for specific broadcast intent by registering broadcast receiver in Android manifest.xml file. ഒരു ബ്രോഡ്കാസ്റ്റ് ഇൻറ്റന്റിനെ നമ്മൾ ഇൻറ്റന്റ് എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു എന്താണ് നമ്മൾ കണ്ടന്റ് അതിന് നമ്മളൊരു മാനിഫെസ്റ്റിൽ കൊടുത്തു. ദ രജിസ്റ്റർ മൈ റിസീവർ ഫോർ സിസ്റ്റം ജനറേറ്റഡ് ഇവന്റ് ആക്ഷൻ ബൂട്ട് കംപ്ലീറ്റഡ് വിച്ച് ഈസ് ഫയർഡ് ബൈ ദ സിസ്റ്റം വൺസ് ദ ആൻഡ്രോയിഡ് സിസ്റ്റം ഹാസ് കംപ്ലീറ്റഡ് ദ ബൂട്ട് പ്രോസസ്. manifest.xml കൊടുക്കുന്നതിനാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. അത് നമ്മളൊരു ബ്രോഡ്കാസ്റ്റ് റിസീവറിൻ്റെ അടുത്ത് നിന്ന് റിസീവ് ചെയ്ത ഒരു മെസ്സേജസിന് അതിന് ഇൻറ്റന്റിന് നമ്മൾ മാനിഫെസ്റ്റിൽ കൊടുക്കും. രജിസ്റ്റർ ഫോർ ഇൻറ്റന്റ് ടു ഒബ്സർവ്. ആൻഡ്രോയിഡിലേക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന ഗെറ്റ് നോട്ടിഫിക്കേഷൻ വെൻ ഇൻറ്റന്റ് ഒപ്പൺ. നമ്മൾ ആ ബ്രോഡ്കാസ്റ്റ് റിസീവറിൽ എപ്പോഴാണോ നമുക്കത് ആവശ്യമുള്ളത് ആ സമയത്ത് അതിനെ ആക്സസ് ചെയ്തെടുക്കും. ബ്രോഡ്കാസ്റ്റ് റിസീവർ മാനിഫെസ്റ്റിൽ രജിസ്റ്റർ ചെയ്യും. ഇതാണ് അതിൻ്റെ കോഡ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആപ്ലിക്കേഷൻ അതിൽ ആൻഡ്രോയിഡ് ഐക്കൺ ഇങ്ങനെയാണ് നമ്മൾ അവിടെ മാനിഫെസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. മൈ റിസീവർ എന്ന് പറഞ്ഞിട്ടുള്ള റിസീവർ ആൻഡ്രോയിഡ് നെയിം മൈ റിസീവർ കൊടുക്കുന്നു. ഇന്ത്യൻ ഫിൽറ്റർ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് എന്താണെന്ന് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇന്ത്യൻ ഫിൽറ്ററൊക്കെ അടുത്ത
ടോപ്പിക്കിൽ പഠിക്കുന്നുണ്ട് നമ്മൾ. നോ വെനെവർ യുവർ ആൻഡ്രോയിഡ് ഡിവൈസ് ഗെറ്റ് ബൂട്ടഡ്, it will be intercepted by broadcast receiver, my receiver, and implemented logic inside on receive will be executed. There are several system generated even defined as final static field in the intent class. And ഇതിന്റെ എക്സാമ്പിൾ ആണ് പറയുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് android.intent.action battery change. Sticky broadcast containing the charging state, level and other information about the battery. ഒരു ബ്രോഡ്കാസ്റ്റ് റിസീവർ റിസീവ് ചെയ്യാണ് ബാറ്ററിന്റെ കേസസ്, അതായത് അതിന്റെ ചാർജിങ് സ്റ്റേറ്റ് എന്താണ്, ലെവൽ എന്താണ്, എന്തെങ്കിലും ഇൻഫർമേഷൻസ്, ബാറ്ററിന്റെ റിലേറ്റഡ് ഇൻഫർമേഷൻസ്, അത് നമുക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതാണ് ആ ഒരു ഇൻഫർമേഷൻ. ദെൻ സെക്കൻഡ് എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് intent.action.call, പെർഫോം എ കോൾ ടു സംവൺ സ്പെസിഫൈഡ് ബൈ ദ ഡാറ്റ. അതായത് ആരെങ്കിലും കോൾ വരുന്നുണ്ട്, നമുക്ക് ബ്രോഡ്കാസ്റ്റ് റിസീവർ ആൻഡ്രോയിഡ് സിസ്റ്റത്തിലോട്ടേക്ക് ഇൻഫോം ചെയ്യും. ഇത്രയാണ് കമ്പോണൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച ആക്ടിവിറ്റി, കണ്ടന്റ് പ്രൊവൈഡർ, ദെൻ ഈ വീഡിയോയിൽ നമ്മൾ പഠിച്ച സർവീസസ്, ബ്രോഡ്കാസ്റ്റ് റിസീവർ. Okay, thank you.